അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സൂറത്ത് യാസീനാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പ്രവാചകൻ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ മുഖം മുറിയുകയും മുൻ പല്ല് പൊട്ടുകയും രക്തം വരികയൊക്കെ ചെയ്തൊരു സന്ദർഭം ഉഹുദ് യുദ്ധത്തിൻ്റെ സന്ദർഭത്തിൽ ഉണ്ടായിട്ടുണ്ട്. ആ സമയത്ത് പോലും അതിന് കാരണക്കാരായ വിഭാഗം ആളുകളെക്കുറിച്ച് പ്രവാചകൻ പറഞ്ഞെന്താ അറിയോ? അല്ലാഹുമ്മ ഇഗ്ഫിർ ലിഖൗമി ഹാദാ ഇന്നഹും ലാ യഅലമൂൻ. പ്രവാചകൻ അള്ളാഹുവോട് പറയാണ്, അവരറിവില്ലാത്ത സമൂഹമാണ്, അവർക്ക് നീ പുറത്തു കൊടുക്കണേ. എങ്ങനെയാ തന്നെ ആക്രമിച്ചവരോട് ഇത്രയേറെ വേദന സഹിച്ചിട്ടും അവർക്ക് പുറത്തു കൊടുക്കണേ എന്ന് പറയാൻ കഴിയാം, അവർക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കാൻ കഴിയാം? അതിന് കാരണം ഖുർആനിൽ അള്ളാഹു പ്രവാചകനെ വിശേഷിപ്പിച്ചിട്ടുള്ളത് റഹീം എന്നാണ്. തൻ്റെ ജനങ്ങളോട് റഹീമായിക്കൊണ്ട് കരുണാനിധിയായിക്കൊണ്ട് സഹവർത്തിക്കാൻ കഴിയുന്നവൻ എന്നാണ്. എങ്കിൽ നമ്മൾ ആലോചിച്ച് നോക്കുക, ആ പ്രവാചകനെ സൃഷ്ടിച്ചിട്ടുള്ള, ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ആ ഒരു പ്രത്യേകത സൃഷ്ടിച്ചിട്ടുള്ള അള്ളാഹു സുബ്ഹാനഹു വ തആല, ആ അള്ളാഹുവിനെ കുറിച്ചിട്ട് ഖുർആൻ പറയുന്നത് റഹ്മാനാണ്, റഹീമാണ്. അപ്പോൾ എത്ര വലിയ കാരുണ്യവാനും എത്ര വലിയ കരുണാനിധിയുമായിരിക്കും എന്ന് ആലോചിച്ച് നോക്കുക. സൂറത്ത് യാസീനിൽ 5-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, തൻസീലൽ അസീസിർ റഹീം ലിതുൻദിറ ഖൗമൻ മാ ഉൻദിറ ആബാഉഹും ഫഹും ഗാഫിലൂൻ ലഖദ് ഹഖൽ ഖൗലു അലാ അക്സരിഹിം ഫഹും ലാ യുഅ്മിനൂൻ. തൻസീലൽ അസീസ് റഹീം എന്ന് പറഞ്ഞാൽ അസീസായിട്ടുള്ള റഹീമായിട്ടുള്ളവൻ അവതരിപ്പിച്ചത് എന്നാണ്. എന്താണ് അവൻ അവതരിപ്പിച്ചിട്ടുള്ളത്? അത് പരിശുദ്ധ ഖുർആൻ. ആ റഹീമായിട്ടുള്ളവൻ അവതരിപ്പിച്ചാൽ ആ ഖുർആൻ എത്ര മഹത്വമുള്ളതായിരിക്കും. ആ അസീസായിട്ടുള്ളവൻ അവതരിപ്പിച്ചാൽ ആ ഖുർആൻ എത്ര തത്വപൂർണ്ണമായിരിക്കും. ആ ഖുർആനാണ് നമ്മുടെ ധൈര്യം എന്ന് പറയുന്നത്. കാരണം അത് അള്ളാഹുവിങ്കിൽ നിന്നുള്ളതാണ്. അതിലോട്ട് ഇനിയൊന്നും കൂട്ടിച്ചേർക്കാനില്ല, അതിൽ നിന്നൊന്നും എടുത്ത് കളയാനില്ല. അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ളതാണ് ഖുർആൻ എന്ന് പറയുന്നത്. ആ പരിശുദ്ധ ഖുർആൻ ഇറക്കിയ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്തിനിറക്കി, എവിടേക്ക് ഇറക്കി? അതാണ് അടുത്ത ആയത്തിൽ പറയുന്നത്, ലിതുൻദിറ ഖൗമൻ മാ ഉൻദിറ ആബാഉഹും ഫഹും ഗാഫിലൂൻ. ലിതുൻദിറ, മുന്നറിയിപ്പ് നൽകാൻ, ഖൗമൻ ഒരു വിഭാഗം ആളുകൾക്ക്, മാ ഉൻദിറ ആബാഉഹും അവരുടെ പിതാക്കൾക്ക് മുന്നറിയിപ്പ് നൽകപ്പെട്ടിട്ടില്ല, ഫഹും ഗാഫിലൂൻ അതുകൊണ്ട് തന്നെ ഇവരൊക്കെ അശ്രദ്ധയിലായിരുന്നു എന്നാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിനെയും പ്രവാചകനെയും അയച്ചിട്ടുള്ളത് ഒരു വിഭാഗം അല്ലെങ്കിൽ മനുഷ്യർക്ക് മുന്നറിയിപ്പുകാരനായിട്ടാണ്, താക്കീതുകാരൻ. എന്തിൻ്റെ താക്കീത്? നരകമുണ്ട് എന്നുള്ള മുന്നറിയിപ്പ് നൽകാൻ, സ്വർഗമുണ്ട് എന്നുള്ള മുന്നറിയിപ്പ് നൽകാൻ വേണ്ടിയാണ് പ്രവാചകനെ അയച്ചിട്ടുള്ളത്. ഏത് വിഭാഗത്തിലേക്കാണ് പ്രവാചകനെ അയച്ചിട്ടുള്ളത്? ആദ്യം അതെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലുള്ള മുശ്രിക്കുകളിലേക്ക്, മക്കയിലുള്ള അറബികളിലേക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അവരുടെ മുമ്പുള്ള ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല താക്കീതുകാരനെ അയച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അവസാനമായി അവരിലേക്ക് വന്ന പ്രവാചകൻ ആരാണ്? ഇബ്രാഹിം നബി അലൈഹിസ്സലാം അറബികളിലേക്ക്, മക്കയിലേക്ക് വന്ന പ്രവാചകനായിരുന്നു. ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് ശേഷം ഇസ്മായിൽ നബി അലൈഹി സ്വലാം മക്കയിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകനായിരുന്നു, അഥവാ അറബികളിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകനായിരുന്നു. പിന്നീട് ഒരു 20 തലമുറകൾക്ക് ശേഷമാണ് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലേക്ക് നിയോഗിക്കപ്പെടുന്നത്. അതിനിടയിലായിക്കൊണ്ട് ഇബ്രാഹിം നബിയുടെ മറ്റൊരു മകനായിട്ടുള്ള ഇസ്ഹാഖ് നബി അലൈഹി സ്വലാമിനെ നിയോഗിച്ചിട്ടുള്ളത് ഇസ്രായേലിലേക്കാണ്. പിന്നീട് വന്ന പ്രവാചകന്മാരൊക്കെ ഇസ്രായേലിലേക്കാണ് നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്. അങ്ങനെ അവസാനവും ഇസ്മായിൽ നബിക്ക് ശേഷവും മക്കയിലേക്ക്, അറബികളിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകനാണ് മുഹമ്മദ് നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരിലേക്ക് നിയോഗിക്കുമ്പോൾ അതിനർത്ഥം തൊട്ട് മുമ്പ് വരെയുള്ള ജനങ്ങൾക്ക് സത്യം അറിയില്ലായിരുന്നു, അല്ലെങ്കിൽ അള്ളാഹുവിനെ അറിയില്ലായിരുന്നു എന്നല്ല. അവർക്ക് അള്ളാഹുവിനെ അറിയാം. അവർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിരുന്നു എപ്പോൾ? അവർ കടലിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ. എന്നാൽ അതേ സമയത്ത് അള്ളാഹുവിനെ എല്ലാത്തവരെയും അവർ ദൈവങ്ങളായി, ഇലാഹുകളായി സ്വീകരിച്ചു, ലാത്തയെയും ഉസ്സയെയും മനാത്തയെയും. എന്താണ് ഇബ്രാഹിമി മില്ലത്തിൽ പിന്നെ മാറ്റം വരാനുള്ള കാരണം എന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ അംർ ബിൻ ലുഹയ്യ് എന്ന് പറയുന്ന വ്യക്തിയിലേക്ക് നമ്മളെത്തും. ആ മനുഷ്യനാണ് ഇബ്രാഹിമി മില്ലത്തിൽ ആദ്യമായിക്കൊണ്ട് മാറ്റം കൊണ്ടുവരുന്നത്. അള്ളാഹു അല്ലാത്തവരിലേക്ക് നേർച്ച വഴിപാടുകൾ അർപ്പിച്ചുകൊണ്ട്, അതും വിശുദ്ധ ഖുർആൻ കൃത്യമായി വിശദീകരിക്കുന്നുണ്ട്. ബഹീറ, സായിറ, വസീല, ഹാം എന്നിങ്ങനെയുള്ള നേർച്ച മൃഗങ്ങളെ, അള്ളാഹു പരിചയപ്പെടുത്താത്ത, പ്രവാചകന്മാർ പരിചയപ്പെടുത്താത്ത നേർച്ച മൃഗങ്ങളെ കൊണ്ടുവന്ന മനുഷ്യനാണ്. ഈ മനുഷ്യനെ കുറിച്ച് പ്രവാചകൻ പറയുന്നുണ്ട്, ഈ മനുഷ്യൻ നരകത്തിൽ തൻ്റെ കുടൽമാല വലിച്ചു കൊണ്ടുപോകുന്നത് ഞാൻ കണ്ടു എന്നാണ്. എന്താ അതിന് കാരണം? അത് ഇബ്രാഹിമി മില്ലത്തിൽ മാറ്റം വരുത്തി എന്നതാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അപ്പോൾ അവർക്ക് അള്ളാഹുവിനെ അറിയാം, അവർക്ക് പിന്നെ അള്ളാഹുവിനോടാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് അറിയാം. ലോകം ആരാണ് സൃഷ്ടിച്ചത്, ആകാശങ്ങളും ഭൂമികളും ആരാണ് സൃഷ്ടിച്ചത് എന്ന് ചോദിച്ചാൽ അവർ പറയും അള്ളാഹു ആണ് എന്നുള്ളത്. പക്ഷേ അള്ളാഹുവിന് പുറമെ മറ്റുള്ളവർ ഇലാഹാക്കുകയും മറ്റുള്ളവരിലേക്ക് നേർച്ച വഴിപാടുകൾ അർപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ്.
അതുകൊണ്ട് തന്നെ അവർ ഗാഫിലൂൻ, അശ്രദ്ധയിലായിരുന്നു. അവർക്ക് അല്ലാഹു ഒരുപാട് തെളിവുകൾ കാണിച്ചിരുന്നു, എന്നിട്ട് പോലും അവർ അശ്രദ്ധരായി. ഫഹും ഗാഫിലൂൻ, അവർ അശ്രദ്ധരായിക്കൊണ്ട് നടന്നു. അവരാരും വിശ്വസിക്കാൻ തയ്യാറായിരുന്നില്ല. ആരും വിശ്വസിച്ചിട്ടില്ല എന്നല്ല, അടുത്ത ആയത്തിൽ അല്ലാഹു പറയുന്നു, ലഖദ് ഹഖൽ ഖൗലു അലാ അക്സരിഹിം ഫഹും ലാ യുഅ്മിനൂൻ, തീർച്ചയായും അവരിൽ അധികം ആളുകളുടെ മേലും വാക്ക് ഖൗല് സ്ഥിരപ്പെട്ടിട്ടുണ്ട് എന്നാണ്. ഇനി അവർ വിശ്വസിക്കുകയില്ല. അധികം ആളുകളും എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ വിഭാഗം ആളുകൾ വിശ്വസിച്ചിട്ടുണ്ട്. അവർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹു കാണിച്ചു കൊടുത്ത തെളിവുകളിലൂടെ ഇസ്ലാം മതത്തിലേക്ക് വന്നിട്ട്, എന്നാൽ ഒരു വലിയ വിഭാഗം ആളുകൾ വിശ്വസിക്കാതിരുന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അള്ളാഹു പറയാണ്, അവരുടെ മനസ്സ് വളരെയധികം കട്ടിയുള്ളതാണ്. അവരോട് നമ്മൾ എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല, അവർ വിശ്വസിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ അവരിൽ അള്ളാഹുവിൻ്റെ വാക്ക് സ്ഥിരപ്പെട്ടിട്ടുണ്ട്. എന്താണ് അള്ളാഹുവിൻ്റെ വാക്ക്? ലഅംലഅന്ന ജഹന്നമ മിനൽ ജിന്നതി വന്നാസി അജ്മഈൻ എന്നാണ്. മനുഷ്യന്മാരിൽ നിന്നും ജിന്നുകളിൽ നിന്നൊക്കെ ആളുകളെ അള്ളാഹു നരകത്തിലിട്ട് നരകത്തെ നാം നിറക്കുക തന്നെ ചെയ്യുന്നതാണ്. ഇതാണ് അള്ളാഹുവിൻ്റെ വാക്ക്. ആ അള്ളാഹുവിൻ്റെ വാക്ക് അവരിൽ സ്ഥിരപ്പെട്ടു എന്നാണ്. അവരെ അള്ളാഹു നരകശിക്ഷയിലിടും എന്ന് തന്നെയാണ് അള്ളാഹു പറയുന്നത്. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ഇതാണ് ഈ 3 ആയത്തുകളിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറയുന്നത്. അപ്പോൾ അള്ളാഹുവിൻ്റെ ഒരു ആയത്ത് കേട്ടാൽ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു മുന്നറിയിപ്പ് കേട്ടാൽ, അത് ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരാനുള്ള പരിശ്രമം നമ്മൾ നടത്തണം. നമ്മൾ ഒരു ഭാഗത്ത് കൂടെ കേട്ട് മറ്റൊരു ഭാഗത്ത് കൂടെ വിട്ടുകളയുന്നവരായി മാറരുത്. അള്ളാഹുവിൻ്റെ മുന്നറിയിപ്പ് എന്താണോ ആ മുന്നറിയിപ്പ് സ്വർഗവും നരകവുമാണെങ്കിൽ, ആ സ്വർഗം കിട്ടാൻ നരകത്തിൽ നിന്ന് അകറ്റപ്പെടാനുള്ള പ്രവർത്തനങ്ങൾ എന്താണെന്ന് പ്രവാചകൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിൽ അത് ചെയ്യാനുള്ള പരിശ്രമമാണ് നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.